ഹായ് ഹലോ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളിതൊക്കെ കാണാൻ കുറേ ഇത് കാടമ്പടലൊന്നുമല്ല കേട്ടോ. ഇത് കുറച്ച് എണ്ണ കാച്ചാനുള്ള മരുന്നാണേ കേട്ടോ. അപ്പം ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നു 2 ദിവസമായി. അപ്പം ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയത് തുമ്പ. ഇപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. കീഴാർ നെല്ലി പിന്നെ എന്തോ മുക്കുറ്റി കണ്ടോ, മുക്കുറ്റി. പിന്നെ കറിവേപ്പില. പിന്നെ ഇത് നമ്മുടെ നീലാമരി ഉണ്ടോ, നീലാമരി. ഇത് നമ്മുടെ ചെവിയൻ പച്ച, വാടിപ്പോയാട്ടോ ഇത്. ചെവിയൻ പച്ച, ഞങ്ങളവിടെയൊക്കെ ഇത് ചെവിയൻ പച്ച എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ വല്ലതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ചെവിയൻ പച്ച അതൊന്ന് വാടി തുടങ്ങി. പിന്നെ ഇത് കണ്ടോ, അതെൻ്റെ തന്നെ. പിന്നെ തുളസി, കൃഷ്ണ തുളസി, തുമ്പ, കൃഷ്ണ തുളസിയാണ് നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ നമ്മുടെ തെറ്റി, ചെറിയ തെറ്റിയില്ലേ നമ്മളെ കാട്ടിലൊക്കെ ഉള്ള, അതാണ് കേട്ടോ. പിന്നെ തെറ്റിയുടെ പൂവൊക്കെ വാടിപ്പോയി കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാണ്ടോ നമ്മുടെ ഞകരയില, പനിക്കൂർക്ക കണ്ടോ, പനിക്കൂർക്ക. പിന്നെ നമ്മുടെ കറ്റാർ വാഴ, ഒരു 10-15 ഐറ്റം ഉണ്ട് കേട്ടോ. ഇപ്പം 2-3 ഐറ്റം ഇല്ല. പിന്നെ നമ്മുടെ ഉലുവ, വെള്ളത്തിയിട്ട് കോമത്ത ഉലുവ, കുതിർത്ത ഉലുവ കേട്ടോ. കാണാൻ വേണം, കുതിർത്ത ഉലുവ. പിന്നെ എന്തെങ്കിലും കിട്ടും. പിന്നെ ഒരു ഉള്ളി, ചെമ്പരത്തി പൂവൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ചെമ്പരത്തി പൂവൊക്കെ ഉണങ്ങിപ്പോയി, കൈ പരുവായിപ്പോയി. ചെമ്പരത്തി പൂവുണ്ടെങ്കിൽ, നല്ല പൂവുണ്ടെങ്കിൽ അത് മതിയാ. പിന്നെ നമ്മുടെ നീലാമരി, പിന്നെ ഉണക്ക നെല്ലിക്കയില്ലേ, നെല്ലിക്ക. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കയ്യോന്നി ഉണ്ടോ, കയ്യോന്നി. എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി. ഇതെന്തോന്നറിയാൻ വയ്യ. ഇതെന്തോ കാട കടപ്പ എന്തൊക്കെയാണ്. ഇത് നമ്മുടെ പൂവാങ്കുരുന്ന്, കാടുംപടപ്പൊന്നല്ല, നമ്മുടെ പൂവാങ്കുരുന്നായത് ഉണ്ടോ. എണ്ണ കാച്ചാനും ഉപയോഗിക്കണോ വേറൊരു സാധനമാണ് പൂവാങ്കുരുന്ന്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് നെല്ലിക്ക ചേർക്കും. ഇതാണ്ടോ നമ്മുടെ തെറ്റി, ഇതാണ് തെറ്റിയല്ലോ, കുഞ്ഞ് തെറ്റിയില്ല നമ്മളെ കാട്ടിലൊക്കെ ഉള്ള, അതാണ് കേട്ടോ അത്. അപ്പം എല്ലാം കൂടെ കുറേ ഐറ്റം ഉണ്ട് എണ്ണ കാച്ചനുണ്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് പിച്ച് പറക്കിയെടുക്കട്ടെ. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീലാമരിയുണ്ട്, തെറ്റിയുണ്ട്, മുക്കൂറ്റിയുണ്ട്, പിന്നെ കീഴാർ നെല്ലി, തുമ്പ, കൃഷ്ണ തുളസി, കറ്റാർ വാഴ, പനിക്കൂർക്ക, ഉലുവ, നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്ക, ചെമ്പരത്തിപ്പൂ, കയ്യോന്നി, ബൃങ്കരാജി, പിന്നെ ചെവിയൻ പച്ച, കറിവേപ്പില, നീലാമരിയില, പിന്നെ കൊച്ചുള്ളിയാണെങ്കിൽ കൊച്ചുള്ളി. ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതെല്ലാം കൂടെ പിച്ച് പറക്കി എടുത്തേ. നല്ല മുടിക്ക് നല്ല കട്ടിയൊക്കെ കിട്ടും കേട്ടോ. മുടിക്ക് നല്ല കട്ടിയും നല്ല കറുപ്പ് നിറവും നല്ല തിക്ക് മുടിയായിരിക്കും കേട്ടോ. ഒരുപാട് ഞങ്ങളുടെ ഇവിടെ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് കാച്ചി വയ്ക്കും. പിന്നെ തീരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് നാട്ടിൽ പോകണ്ടേ പറിക്കാനുണ്ടൊക്കെ. അതുകൊണ്ട് പിന്നെ പച്ച എണ്ണ ഉപയോഗിക്കും. അതുകൊണ്ട് നല്ല മുടിക്കൊക്കെ നല്ല കട്ടിയും നല്ല നിറവുമൊക്കെ കൊടുക്കും കേട്ടോ എണ്ണ കാച്ചി. അപ്പം ഞാനിതെന്നേ പിച്ചി നമുക്ക് എടുക്കാം, അരച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ. അപ്പം നമ്മുടെ മരുന്നെല്ലാം നമ്മൾ പിച്ചി എടുത്തിട്ടുണ്ട്. എല്ലാം പിച്ചി എടുത്ത് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഞാനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു കറ്റാർ വാഴയിലെ പകുതിയാണ് എടുത്തിട്ടുള്ളത്.
ഞാനിവിടെ കറ്റാർ വാഴ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി കറ്റാർ വാഴനെടുത്ത് നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ട ഉലുവ വെള്ളത്തിയിട്ട് അത് ഏകദേശം എനിക്ക് അളവൊന്നും പറയാറുണ്ട് കേട്ടോ. അപ്പം അത് ഇവിടെ എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട് വേണ്ട. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. നമ്മുടെ കറ്റാർ വാഴയും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കാൻ വേണം. കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ ഈ എണ്ണ ഉണ്ടാക്കാൻ. കുറേ സമയം ഇളക്കണത്, ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല പച്ച നിറമാകണം എണ്ണയ്ക്ക്. നമുക്ക് വേണമെങ്കിൽ ഇത് തോലുണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ തോല് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിതിങ്ങനെ അതിൻ്റെ അകത്തുള്ള പഴുപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കുറേയായി ഞങ്ങളുടെ എണ്ണ തീർന്നിട്ട്. എപ്പോഴാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഏകദേശം ഒരു 4-5 മാസം ഞങ്ങൾക്ക് തീരും. പിന്നെ നാട്ടിൽ പോകുമ്പോഴേ എല്ലാം എടുക്കാം. ഇവിടെയെങ്കിലും കൈയോന്നിയൊന്നും കാണാനില്ല. നമ്മുടെയൊക്കെ ആകുമ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ആവശ്യം പോലെ ഉണ്ട് കൈയോന്നി. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമുക്കിത് അടിച്ചെടുക്കാം. അപ്പം കണ്ടോ, നമ്മുടെ മരുന്നെല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചാൽ. അപ്പം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി നമുക്ക് ഇനി ഈ മരുന്ന് അടിച്ചിട്ട് മരുന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു. നമ്മൾ കുറച്ച് വെള്ളം ചേർത്താണ് കേട്ടോ അടിച്ചെടുത്തേക്കണത്. ഇനി ഇതിൻ്റെ വെള്ളമയോ എല്ലാം വാടുന്ന വരെ നമുക്കൊന്ന് വെള്ളമയൊക്കെ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. അല്ലാതെ ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമയൊക്കെ വറ്റിച്ചെടുത്തിട്ട് എണ്ണ ഒഴിക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1 കിലോയ്ക്ക് അടുപ്പിച്ച് വരെ കാച്ചുന്നുണ്ട് കേട്ടോ എണ്ണ. 1 കിലോ മൊത്തത്തായി കാച്ചില്ല, 1 കിലോ അടുപ്പിച്ച് ഏകദേശം ഒരു 3/4 കിലോ അത്രയൊക്കെ കാച്ചുന്നു. ഒന്നും കൂടെ പറയാം, മുടിക്കിത് നല്ല കറുപ്പും മുടി നല്ല കട്ടിക്കും വളരും. നീളപ്പൊക്കെ ചോദിച്ചാൽ അതെനിക്കറിയില്ല, പക്ഷെ നല്ല കട്ടിക്ക് വളരും കേട്ടോ മുടി. ഇവിടെ ഞാൻ എൻ്റെ മോക്കും എൻ്റെ മോനും ഒക്കെ ഇതാണ് തേക്കുന്നത്. അതേപോലെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കറിവേപ്പില നമ്മുടെ നാടൻ കറിവേപ്പിലാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള കറിവേപ്പിലാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വീടേക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമയമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 1 കിലോ എണ്ണ തികച്ചൊഴുകണില്ല. ഞാൻ ഏകദേശം ഒരു 3/4 കിലോ വരെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവനെ നന്നായിട്ട് ഇളക്കി ഇവനെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഈ മരുന്നെല്ലാം നന്നായിട്ട് എണ്ണയിൽ കിടന്ന് അങ്ങ് മൂത്ത് വരണം. അപ്പം നല്ല എണ്ണ നല്ലൊരു പച്ച കളർ ഗോൾഡൻ പച്ചയായിട്ട് മാറും കേട്ടോ. അതുവരെ നമ്മളിവനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് പണിയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ മുടിക്ക് വേണ്ടിയല്ലേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. എനിക്കങ്ങനെ എണ്ണ തേക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും മാത്രം ഞാൻ എണ്ണ തേക്കുള്ളൂ. അപ്പം നമുക്കിത്
അപ്പം നമ്മുടെ എണ്ണ ഇങ്ങനെ ചറ പറ എന്ന് പറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ചിതൊരു പരിവായി വരണം. കണ്ടോ, നമ്മുടെ കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മരുന്നൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതൊന്നും മൂത്തിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ. നമ്മുടെ എണ്ണ ഇങ്ങനെ തിളച്ച് എണ്ണ ആവുമ്പോൾ അറിയാം കേട്ടോ, ഇതിൻ്റെ പതയൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരും. ഇപ്പം നന്നായിട്ട് പതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പതയെല്ലാം മാറി നന്നായിട്ട് തെളിഞ്ഞു വരികയാണ്. അതിനകത്ത് നന്നായിട്ട് പതയുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ എണ്ണയുടെ പതയൊക്കെ തെളിഞ്ഞു തുടങ്ങി, പതയൊക്കെ മാറി തുടങ്ങിയുണ്ടോ. എണ്ണ നല്ല പച്ച കളറാണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, നല്ല ഗോൾഡൻ കളറായല്ലേ. അപ്പം ഇതാണ് പരുവം. മരുന്നെല്ലാം നല്ല മൂത്ത് കണ്ടോ, എല്ലാം നല്ല മൂത്ത് പതയെല്ലാം മാറി നല്ല പരുവത്തിന്. അപ്പം ഇതാണ് നമ്മുടെ എണ്ണയുടെ പരുവം. മരുന്നെല്ലാം മൂത്താണ്ടോ, കണ്ടോ, എല്ലാം മരുന്ന് മൂത്ത്. നല്ല ഗോൾഡൻ കളറായതുണ്ടോ എണ്ണ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇതാണ് പൈപ്പ്. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഓക്കെ, ഉണ്ടോ. കണ്ടു. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മകന് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ എണ്ണയെല്ലാം കാച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഈ കണക്ക് നല്ല മുരിഞ്ഞിരിക്കും കണ്ടോ. ഇതാണ് നമ്മുടെ എണ്ണ കണ്ടോ. നമുക്കിതിന് കുപ്പിയിലോട്ട് ഒഴിക്കാം. ഇതിൻ്റെ അകത്ത് ഇച്ചിരി പൊടി ഇതിൻ്റെ കൊത്തു വീണാട്ട് സാരമില്ല. നമുക്കിനി ഇത് കുപ്പിക്കകത്തോട്ട് ഒഴിക്കാം. അപ്പം നമുക്കതാ ഇത്ര എണ്ണ കിട്ടിയിട്ടുണ്ടോ, കാണാൻ പറ്റില്ല. ഇതുവരെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3/4 കിലോ എണ്ണ കാച്ചപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ എണ്ണ കാച്ചൽ വീഡിയോ. ബായ്. അടുത്തൊരു വീഡിയോ കാണുന്നത്. ബായ് എല്ലാവർക്കും.